10 വയസ്സുകാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് കഴുത്തറുത്ത് ഫ്ലാറ്റിന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. ബോംബെയിലാണ് സംഭവം. ബോംബെ താനയിൽ ബോംബെ സമ്രാട്ട് നഗർ, അവിടെ അതിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ഇപ്രകാരം ക്രൂരമായി കൊല്ലപ്പെട്ടത്. ആ ഫ്ലാറ്റിൽ 6ാം നിലയിൽ താമസിക്കുന്ന ബീഹാറി ഒരാളാണ് പ്രതി. കുട്ടിയെ ഉപയോഗത്തിന് ശേഷം കൊന്ന് കഴുത്തറുത്ത് 6ാം നിലയിൽ നിന്ന് താഴേക്ക് ജനലിൽ കൂടെ വലിച്ചെറിഞ്ഞു. അത് 1ാമത്തെ നിലയിലെ മാലിന്യം ഒഴുകിപ്പോകുന്ന മാലിന്യ കൂമ്പാരത്തിൽ വന്ന് വീണു. ശബ്ദം കേട്ട് എന്തോ താഴെ വീണ ശബ്ദം കേട്ട് അവിടുത്തെ സ്ത്രീകളെല്ലാം വെളിയിലിറങ്ങി നോക്കിയപ്പം മാലിന്യ കൂമ്പാരത്തിൽ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടു. അവർ ആളെ വിളിച്ചു കൂട്ടി ആ മാലിന്യ കൂമ്പാരത്തിൻ്റെ കുട്ടിയെ വളരെ ശ്രമപ്പെട്ട് പുറത്തെടുത്തു. കാരണം ഒഴുകി വരുന്ന ആ വലിയ പൈപ്പ് വന്ന് താഴത്തെ നിലയിൽ ആ മാലിന്യം വന്ന് വീഴുന്ന സ്ഥലത്തേക്കാണ് ഈ കുട്ടിയുടെ മൃതദേഹം വന്ന് വീണത്. ജീവനുണ്ടെന്ന് കരുതി അവർ വളരെ ശ്രമപ്പെട്ട് കുട്ടിയെ വെളിയിലെടുത്തു. ആശുപത്രി പെട്ടെന്ന് കൊണ്ടുപോയി. രക്തക്കളത്തിലായിരുന്നു. കാരണം ദേഹം മുഴുവൻ രക്തമാണ് ആ കൊച്ചിൻ്റെ. 10 വയസ്സേ ഉള്ളൂ. ആ ഫ്ലാറ്റിലുള്ള കുട്ടിയല്ല എന്ന് ആ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ പറഞ്ഞു. അതോടെ പോലീസ് വിഷമവൃത്തത്തിലായി. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അതിന് കഴുത്തറുത്തിരിക്കുകയാണ്. അതിനു മുമ്പ് അതിനെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ കുട്ടി ഈ ഫ്ലാറ്റിലെ അല്ല. അവസാനം ഫ്ലാറ്റിന് വെളിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഒരാൾ കളിപ്പാട്ടം കൊടുക്കാം എന്ന് പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് വിളിച്ച് അതിനെ 6ാം നിലയിൽ കൊണ്ടുപോയി. അതിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അത് മരിച്ചുണ്ടാവും. അപ്പം കഴുത്തറുത്തിട്ട് അത് ജനലിൽ കൂടെ താഴേക്ക് വലിച്ചെറിഞ്ഞു. അത് വന്ന് വീണത് ആ മാലിന്യ കൂമ്പാരത്തിൻ്റെ കുഴിയിലാണ്. അവിടുന്ന് അത് വലിയ പൈപ്പ് വഴി മാലിന്യം അത് ഒഴുകിപ്പോവുകയാണ്. പക്ഷെ അവിടെ വീണ് കഴിഞ്ഞപ്പം കുട്ടി വീഴ്ചയുടെ കൊണ്ട് അത് അതിനകത്തൂടെ ഒഴുകാൻ പറ്റാതെ അവിടെ സ്റ്റക്കായി. ഈ മാലിന്യത്തിൽ വീണ ശബ്ദമാണ് ആ ഫ്ലാറ്റിലുള്ള സ്ത്രീകളെല്ലാം കേട്ടത്. അവരെല്ലാം ഓടിക്കൂടി വന്ന് എന്തോ സംഭവിച്ചു എന്നറിയാതെ വന്ന് നോക്കിയപ്പോഴാണ് ഒരു കൊച്ചുകുട്ടിയുടെ മൃതദേഹം ഇവിടെ സ്റ്റക്കായിട്ട് കിടക്കുന്നത്. പോലീസും നാട്ടുകാരും എല്ലാം വന്നു. വളരെ ശ്രമഫലമായി അത് പൊളിച്ച് അതിനകത്തുനിന്ന് ആ കുട്ടിയെ എടുത്ത് ആശുപത്രി ചെന്നപ്പം മരിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ കുട്ടി മരിച്ചിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായത്. പക്ഷേ ക്രൂരമായ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. കഴുത്ത് അറക്കുകയാണ് ചെയ്തത്. ആ കുട്ടി ഉപയോഗിച്ച അതിൻ്റെ ഉടുപ്പിൻ്റെ കുറേ ഭാഗങ്ങൾ പോലീസിന് കണ്ടെടുക്കാൻ പറ്റി. അത് തെളിവിലേക്ക് വന്ന ഫ്ലാറ്റിലെ കുട്ടിയല്ല മരിച്ചിരിക്കുന്നത്. അവിടെയുള്ളവർക്ക് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. വെളിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ പലരെയും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ഒരു കുട്ടി പറഞ്ഞു തൻ്റെ കൂടെ കളിച്ച ഒരു കുട്ടിയെ ഒരാൾ വിളിച്ചുകൊണ്ട് പോയെന്ന് മുകളിലോട്ട്. എന്തായാലും പ്രതി അവിടെ തന്നെ ഉണ്ടെന്ന് ബോംബെ പോലീസിന് മനസ്സിലായി. തന്നെ പോലീസ് അവിടെ മുഴുവൻ സെർച്ച് ചെയ്തു. ബീഹാറിയായ 19 വയസ്സുകാരനെ അവർ കസ്റ്റഡിയിലെടുത്തു. ആ കുട്ടി ബീഹാറി ആയിട്ട് ജോലിക്ക് വന്നതാണ്. 19 വയസ്സേ ഉള്ളൂ. ആസിഫ് മൻസൂരി എന്നാണ് പേര്. കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഇയാളാണ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അയാൾ പിടി വീണു. ഏതായാലും പ്രതി ആസിഫ് മൻസൂരി താനാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിക്രൂരമായ ബലാത്സംഗത്തിന് 19 വയസ്സുകാരനാണ് ഇത് ചെയ്തതെന്ന് നമ്മൾ വിചാരിച്ചോണം. ഏതായാലും അയാളെ അറസ്റ്റ് ചെയ്തു. മുറി കൊണ്ടുപോയി. അയാളവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ മുറി മറ്റു പലരും താമസമുണ്ട്. പക്ഷേ ആ സമയത്ത് ഇയാൾ മാത്രമേ ഉള്ളൂ. പെൺകുട്ടിയുടെ ഉടുപ്പ് മുഴുവൻ നശിപ്പിച്ചെങ്കിലും ചില ഭാഗങ്ങൾ ആ മുറിയിൽ നിന്ന് ലഭിച്ചു. ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞപ്പം കുട്ടി വാവുത്തി നിലവിളിക്കാൻ തുടങ്ങി. വാവുത്തി ഉണ്ടാവും. കുട്ടി മരിച്ചതെന്ന് സംശയം എന്ന് വെച്ചാൽ തെളിവ് നശിപ്പിക്കണമെന്ന് അയാൾക്ക് തോന്നി. ബീഹാറിയാണ്. കുട്ടിയുടെ കഴുത്ത് അറുത്തു മാറ്റാൻ ശ്രമിച്ചു. അതിനുശേഷം ജനലിൽ കൂടെ താഴേക്ക് വലിച്ചെറിഞ്ഞു. അത് വന്ന് വീണത് മാലിന്യ കൂമ്പാരം അല്ലെ മാലിന്യം ഒഴുകി പോകുന്ന വലിയ കുഴിയിലാണ്. അവിടെ വീണ ശബ്ദമാണ് ആ വീട്ടുകാർ മുഴുവൻ, ആ ഫ്ലാറ്റിലുള്ള പല സ്ത്രീകളും കേട്ടത്. അവർ ഓടിച്ചാടി വന്നു. ആരോ താഴെ വീണിരിക്കാം
എന്ന് കരുതി വന്ന് നോക്കിയപ്പോഴാണ് മാലിന്യ കൂമ്പാരത്തിൽ ഈ കുട്ടിയുടെ മൃതദേഹം കാണപ്പെട്ടത്. മരിച്ചു എന്ന് സംശയം തോന്നിയെങ്കിലും അവരും ഫയർഫോഴ്സുകാരും അവിടുത്തെ ആൾക്കാരും എല്ലാം കൂടെ വന്നുകൂടി ഇത് വെട്ടിപ്പൊളിച്ച കൊച്ചിനെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും നേരത്തെ മരിച്ചിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞത്. രണ്ടാമത് പോസ്റ്റ്മോർട്ടത്തിലാണ് അതിക്രൂരമായി കുട്ടിയെ ബലാത്സംഗം ചെയ്ത് അത് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. അതിൽ തന്നെ ആയിരിക്കാം മരണം എന്ന് കരുതുന്നു. കുട്ടിയെ ഇയാൾക്ക് പരിചയമില്ല. കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് കുട്ടിക്ക് ചില കളിപ്പാട്ടം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ സംസാരിച്ച് വശീകരിച്ച് ആ ഫ്ലാറ്റിലേക്ക് വിളിച്ച് കയറ്റിക്കൊണ്ടുപോയി അയാളുടെ മുറി കൊണ്ടുപോയി. മുറിയിൽ വേറെ ആരുമില്ല. അങ്ങനെയാണ് കുട്ടി ബലാത്സംഗത്തിനിരയായും. എന്തായാലും പെട്ടെന്നൊരു നിമിഷത്തിൽ കുട്ടി അപ്രത്യക്ഷമാകുമായിരുന്നു. നമുക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യത്തിൽ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള അക്രമികൾ, ഇതുപോലെയുള്ള ബലാത്സംഗ വീരന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. മാന്യനായിരിക്കാം, ചിലപ്പം പണിക്കാരനായിരിക്കാം. അങ്ങനെയുള്ള സ്ഥലത്ത് അബദ്ധത്തിൽ ഏതെങ്കിലും കുട്ടി ചെന്ന് ചാടിയാൽ അവർ കൊണ്ടുപോയി പീഡിപ്പിക്കും, എന്നിട്ട് കൊന്നുകളയും, അല്ലെങ്കിൽ കുഴിച്ചിടും. ധാരാളം സംഭവങ്ങൾ നമ്മൾ നോക്കുകയാണ്. അത് സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഏത് കമ്മ്യൂണിറ്റിയിലെ ആളായാലും ശരി അത് ചെയ്യുമെന്നാളാണ്. ഈ കുട്ടിയെ കളിച്ചോണ്ട് സ്ഥലത്തുനിന്ന് സൂത്രത്തിൽ കളിപ്പാട്ടം കൊടുക്കാമെന്നൊക്കെ വളച്ച് ആ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി 6ാം നിലയിൽ കൊണ്ടുപോയി. കുട്ടിക്ക് കൗതുകമാണ്, 10 വയസ്സല്ലേ ഉള്ളൂ. എല്ലാം കളിപ്പാട്ടം കിട്ടുകയും ചെയ്യും. ആ ഫ്ലാറ്റിലൊക്കെ കയറിയിട്ടുണ്ടാവില്ല, ഉള്ളിലൊക്കെ കയറി കൗതുകത്തോടെ അവൻ്റെ ഒപ്പം പോയി വിശ്വസിച്ചുകൊണ്ട് പോയി. പക്ഷേ ചെയ്തത് അതിക്രൂരമായ ബലാത്സംഗമാണ്. അതുകൊണ്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം. മൈനറായ കുട്ടികളെ, ആ കുട്ടികളെ പലരും ദുരുപയോഗം ചെയ്യും. ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഹോമോസെക്ഷലിന് ആൺകുട്ടികളെ ഉപയോഗിക്കുന്ന പലരും ഉണ്ട്. അതുകൊണ്ട് ആൺകുട്ടിയായാലും പെൺകുട്ടികളും മൈനറാണെങ്കിൽ തീർച്ചയായിട്ടും പ്രായപൂർത്തിയാകുന്നിടം വരെ അതുങ്ങളുടെ സംരക്ഷണം മാതാപിതാക്കളും സഹോദരങ്ങളും സഹോദരിമാരും ബന്ധുക്കളും എല്ലാം. എന്തിനു വന്നു, എവിടെ പോകുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് കുട്ടികൾ ഒറ്റയ്ക്ക് എവിടെ കണ്ടാലും ശരി അത് ചലഞ്ച് ചെയ്യണം. ആ കുട്ടി എന്തിനവിടെ നിൽക്കുന്നു, എന്തിനു വന്നു, ആരെ കാണാൻ വന്നു, അങ്ങനെയുള്ള വിവരങ്ങൾ. അവിടുത്തെ സാമൂഹ്യ വിരുദ്ധന്മാരെ ആരെങ്കിലും വിളിച്ചിട്ട് വന്നതാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്യണം. ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം, അത് പോലീസിലേൽപ്പിക്കണം. അങ്ങനെ വിജനമായ സ്ഥലത്തോ ഒറ്റപ്പെട്ട ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക. തൊട്ടടുത്ത് വീടില്ലെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബോംബെയിൽ ഇപ്പം സംഭവിച്ചത് അതാണ്. കുട്ടി വീട്ടിൽ പറയാതെ ആയിരിക്കാം ചിലപ്പം ഫ്ലാറ്റിന് മുമ്പിൽ നിന്ന് കളിക്കുന്നത്. ചിലപ്പം അകന്ന സ്ഥലത്തു നിന്നായിരിക്കാം വന്നിരിക്കുന്നത് തന്നെ. എന്തായാലും കുട്ടിയെ കാണാതെ പോയെന്നേ വരുള്ളൂ. ഇവനത് കൊന്നിട്ട് വേറെ എവിടെയെങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയൊരു കഥയിലേക്ക് വന്ന് കയറാൻ നമുക്ക് കഴിയില്ല. അത് പോലീസിനും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എന്നേക്കുമായി കുട്ടി ജീവൻ പൊലിഞ്ഞോ മാത്രമല്ല, എന്നേക്കുമായി കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുക. അതിൻ്റെ പ്രേതം പോലും, അതിൻ്റെ ഡെഡ് ബോഡി പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകൾ ധാരാളം കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുട്ടികളെ ഒറ്റയ്ക്ക് ഒരിടത്ത് നിർത്തരുത്, ഒറ്റയ്ക്ക് ഒരിടത്ത് പറഞ്ഞു വിടരുത്. കഴിവുള്ളിടത്തോളം അങ്ങനെയുള്ള കുട്ടികൾ, ഇത് 10 വയസ്സുകാരിയുണ്ട്, അല്പം അറിവൊക്കെ ഉള്ള കുട്ടിയാണ്, എന്നിട്ടും അബദ്ധം പറ്റിയത് കണ്ടില്ലേ. ആര് വിളിച്ചാലും എന്ത് കാര്യം ഇന്ത്യയിലും ശരി പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു 10-16 വയസ്സിനകത്ത് ഉള്ള കുട്ടികൾ ഒരിക്കലും പോകരുത്. തിരിച്ചറിവുള്ള കുട്ടികൾ മറ്റൊരാൾ പറഞ്ഞിട്ട് വേണം പോകാൻ. അല്ലാതെ ഒറ്റയ്ക്ക് അന്നേരം തോന്നിയ വികാരത്തിന് അടിമപ്പെടരുത്. കൊച്ചുങ്ങളെ അതൊക്കെയാണ് നമ്മൾ വീടുകളിലും പഠിപ്പിക്കേണ്ടത്. ആര് വിളിച്ചാലും പോകരുത്. മാതാപിതാക്കൾ അറിഞ്ഞിട്ട് മാത്രമേ പോകാവുള്ളൂ. അല്ലാത്ത ഒരു സ്ഥലത്തും പോകരുത്. എന്ത് മോഹിപ്പിച്ചാലും ശരി അത് നമുക്ക് ആവശ്യമില്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. കാരണം അപകടം എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഏത് വിധത്തിലും അപകടം വരാം, ഏത് നിമിഷവും വരാം.